ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവോ 125 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞവർക്ക് ഫോർക്ക് സൈഡ് ലീക്ക് ഉണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ജർക്കിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം. ഇത്രയും കേസാണ് പറഞ്ഞത്. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബ്രേക്ക് ബാക്കിലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബ്രേക്ക്. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഓയിൽ നിലവിൽ വണ്ടിയിൽ ഓയിൽ തീരെ ലെവൽ കുറവാണ്. ആകെ ഉള്ള ഓയിലാണത്. ഒരു 10 ml 20 ml ഓയിലാണ് ആകെ നിലവിലുള്ളൂ. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നെന്നുള്ളത് നാളെയാണ് നിങ്ങൾ വണ്ടി കൊണ്ടുവന്നത്. അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ എഞ്ചിൻ പിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഓടിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഓയിൽ ലെവൽ കുറവായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാം. ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ പുക വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം വണ്ടി വരുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് പുകയുടെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് കാണില്ല. കാരണം കാണാനായിട്ട് എഞ്ചിനിൽ ഓയിൽ കയറി കത്താനുള്ള ഓയിൽ നിലവിലില്ല. അപ്പോൾ ഓയിലില്ലാതെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റണൊക്കെ സ്ക്രാച്ച്, ഓയിലില്ലാത്ത ലൂബ്രിക്കേഷൻ നടക്കാത്തതുകൊണ്ട് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത 90%. അപ്പോൾ നിലവിൽ ഓയിലില്ലാതെ ഓടിയപ്പോൾ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫേസിലേക്ക് കയറി ചെല്ലും. അത് കത്തണ സമയത്ത് സൈലൻസറിയുടെ വെള്ള പുക വരാനും സാധ്യത കൂടുതലാണ്. വരണമെന്ന് നിർബന്ധമില്ല, അതതിൻ്റെ ഉള്ളിലത്തെ സ്ക്രാച്ചസ് പോലെ ഇരിക്കും. വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നിലവിൽ പുകയുടെ പ്രോബ്ലം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ എന്തായാലും ഓയിൽ ലെവൽ കുറവാണ് വണ്ടിക്ക് ഇപ്പോൾ ഉള്ളത്, ഓയിലില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഓയിൽ ലെവൽ കുറയുന്നുണ്ടെന്നുള്ളൊരു കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് തരും. അടുത്ത ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഓട്ടം കുറവാണെങ്കിൽ ഒരു മാസമാകുമ്പോൾ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഓട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്ററിൽ കൂടുതൽ ഓടിക്കരുത്, ഓയിൽ ചെക്ക് ചെയ്യണം. ഓയിൽ ചെക്ക് ചെയ്ത് ലെവൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് കൊടുക്കണം. എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് നോക്കി അത് പരിഹരിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഓയിൽ ആ ലെവൽ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്ത് ഉപയോഗിക്കണം കേട്ടോ. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും വണ്ടിയുടെ എഞ്ചിന് പണി വരും. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഓയിൽ ലെവൽ അത്രയും, എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടിക്ക്. അത് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. അതിന് എടുത്തെടുത്ത് പറയേണ്ട കേസ് കേട്ടോ. ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, ഫോർക്കിൻ്റെ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൈപ്പിൻ്റെ ഓയിൽ സീലാണ് കംപ്ലയിൻറ്റ് വന്നതാണ്. പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഫോർക്ക് ഓയിൽ മാറണം, ഓയിൽ സീൽ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഫോർക്കിൻ്റെ പൈപ്പിന് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം ഓയിൽ സീൽ മാറ്റിയിട്ടാലും മതി. നെക്സ്റ്റ് നമുക്കൊന്ന് ഉപയോഗിക്കാം. കൂടുതലായിട്ട് പിന്നീട് നമുക്ക് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വരുമ്പോൾ 2 സ്റ്റീൽ പൈപ്പും കൂടി മാറ്റിയിട്ട് വേണം പുതിയത് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ, ഒരെണ്ണത്തിൻ്റെ ഓയിൽ സീൽ ചെറിയൊരു ഫെയിൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഓയിൽ സീൽ മാറ്റിയിട്ടാൽ ഓടിക്കോളും. പക്ഷേ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ കുറച്ചുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരല്പം സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് വന്നുകൂടായിയൊന്നുമില്ല. ഒരു 80% വരില്ല എന്നാണ് നമുക്ക് വിചാരിക്കാം. ഇനി 100% ലീക്ക് വരരുതെന്നുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നമുക്ക് ഈ 2 ഫോർക്ക് പൈപ്പും മാറ്റിയതിന് ശേഷം ഓയിൽ സീൽ മാറ്റിയിടേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഫോർക്ക് ഓയിൽ സീൽ ഫോർക്ക് വർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് ചെറുതായിട്ട് കട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എന്നാൽ പോലും ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനെ മേജറായിട്ടുള്ളൊരു സ്ക്രാച്ച് പ്ലേറ്റിങ് പോയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓയിൽ സീൽ മാറ്റിയാലും മതി. നേരെ മറിച്ച് നമുക്ക് ഇനി കംപ്ലയിൻറ്റേ വരരുതെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് ഒരു പാളിച്ച കാണിക്കുന്നുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂടാതെ ഈ ഹാൻഡിലിൻ്റെ സെൻറ്ററിലൊരു ബെയറിങ് വരുന്നുണ്ട്, കോൺസെറ്റ് എന്ന് പറയും. അത് ലൂസായിട്ടൊരു അടിയും കാണിക്കുന്നുണ്ട്, ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തൽക്കാലം ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ച് നോക്കാം. കൂടുതലായിട്ട് പാളലോ ഗട്ടറിൽ ചാടുമ്പോൾ അടിയോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അത് അഴിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബെയറിങ് നമ്മൾ മാറ്റിയിടേണ്ടി വരും. തൽക്കാലം ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. ഫ്രണ്ട് ടയർ എന്തായാലും മാറ്റി കളയണമാണ് ബെറ്റർ. കാരണം വെച്ചാൽ ഓൾറെഡി ഇത് നോക്കുമ്പോൾ അറിയാം ഒരു സൈഡ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആ സൈഡ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പാളിച്ച വരുന്നുണ്ട്. വണ്ടി പാളുന്ന പോലൊരു ഫീല് കാണിക്കുന്നത് ടയറിൻ്റെയാണ്. അപ്പോൾ ടയർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ എസ്റ്റിമേറ്റിൽ ടയർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫോർക്കിൻ്റെ ഓയിൽ സീലുകൾ മാത്രം, ഓയിൽ സീൽ മാറ്റി ഫോർക്ക് ഓയിൽ മാറ്റി ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് അതിൻ്റെ കണക്കായിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അത്രയും കേസാണ് ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞോട്ടോ. അപ്പോൾ ടയറും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ടയർ ഇപ്പോൾ ഫ്രണ്ടിലത്തെ പുതിയ ഇട്ടാലും ബാക്ക് ടയർ ഓവർ ഗ്രിപ്പുള്ള മോഡൽ ഇട്ടാണ് കൊണ്ട് തന്നെ ചെറിയൊരു പാടിൽ എന്തെങ്കിലും കാണിക്കും കേട്ടോ. ഇത് ഈ മോഡൽ കട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ശരി, സാപ്പർ മോഡലാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ഹാൻഡിലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അത് ടയറിൻ്റെയാണ്. പരമാവധി ഉപയോഗിച്ച് മാറ്റി കളയുമ്പോൾ കമ്പനി മോഡൽ ഇടാം. ഒരു കമ്പനിയുടെ ഹോണ്ടയ്ക്ക് പറയുന്ന മോഡൽ സാപ്പർ മോഡൽ എന്ന് പറയാം. അതിപ്പോൾ MRF ആയാലും അപ്പോളോ ആ ഇത് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ.
ഇത് കിടക്കണതുകൊണ്ട് ഹാൻഡിൽ എപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കില്ല, ഉറപ്പായിട്ട് ഹാൻഡിലും ഒരു ചെറിയ ടൈറ്റ് അനുഭവപ്പെടും. പക്ഷേ ആ ടയർ ബാക്ക് ഫ്രണ്ടിലത്തെ തീർന്നേക്കണ കൊണ്ടുള്ള പാളിച്ച മാറി കിട്ടും. ഓക്കെ, അപ്പോൾ അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.